രാത്രി 12 മണിക്ക് ശേഷം പരിശോധനയ്ക്ക് എത്തുമെന്ന് അറിയിച്ച പോലീസ് നടപടി ദുരൂഹമെന്ന് പറയുകയാണ് മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ. സിദ്ദീഖാപ്പന്റെ വീട്ടിൽ പോലീസ് എത്തുമെന്ന് അറിയിച്ചു. പോലീസ് എത്തി രാത്രി 12 മണിക്ക് ശേഷം. ഏത് പോലീസ്? നമ്മുടെ പോലീസാണോ? അല്ല, അവിടുത്തെ പോലീസ് എന്തുവാണ്. വഴിനീള വീഡിയോ ചോദിച്ചതിന് ശേഷമാണ് പോലീസ് എത്തിയത്. ആളുകളെ പരിഭ്രാന്തരാക്കുകയാണ് ലക്ഷ്യം എന്ന് സിദ്ദീഖ് കാപ്പൻ 24 പറഞ്ഞു. ഏത് പോലീസാണ്, എന്താണ് ഉദ്ദേശിച്ചത് കാപ്പനോട് ചോദിക്കാം. പറയട്ടെ. സിദ്ദീഖ് കാപ്പൻ ഉണ്ടല്ലോ. ഇന്നലെ വൈകിട്ടാണ് 2 പോലീസുകാർ വേങ്ങരയിലുള്ള സിദ്ദീഖ് കാപ്പൻ്റെ വീട്ടിലെത്തുകയും രാത്രി 12 മണിക്ക് ശേഷം പരിശോധന ഉണ്ടാകും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ആ വന്ന പോലീസുകാർ നൽകിയതുമില്ല. പക്ഷേ ഇന്നലെ ഈ പരിശോധന നടന്നതുമില്ല. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്, എന്താണ് അവർ വന്ന് പറഞ്ഞത്? സിദ്ദീഖ് കാപ്പൻ തന്നെ ഇപ്പോൾ ചേരുകയാണ്. എന്താണ് ഉണ്ടായത്? ഇന്നലെ ഒരു 6:20 വൈകുന്നേരം. ആ സമയത്ത് 2 പോലീസുകാർ വന്നു. ഒരാൾ പറഞ്ഞ് ഞാൻ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള, മറ്റാൾ മലപ്പുറത്ത് നിന്നുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാവില്ലേ, വീട്ടിലുണ്ടാവില്ലേ ചോദിച്ചു. ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ 12 മണിക്ക് ശേഷം മലപ്പുറത്ത് നിന്നൊരു ടീം വരുന്നുണ്ട്, ചെക്കിങ്ങിന് വരികയാണ്. അപ്പോൾ ഞാൻ എന്താണ് 12 മണിക്ക് ശേഷം വരേണ്ട ആവശ്യം, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സമയത്ത് ചെക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ടീമിന് വരികയാണെങ്കിൽ ഈ സമയത്ത് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അതല്ല, അത് രാത്രിയാണ് വരിക, 12:30ക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, EDO അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെയ്ഡ് വാറണ്ടുകളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ ഇതെന്തിൻ്റെ പേരിലാണ്? അപ്പോൾ നിങ്ങൾ ആ പഴയ കേസുണ്ടല്ലോ. ഞാൻ പറഞ്ഞു പഴയ കേസിൽ ഞാൻ ജാമ്യത്തിലാണ്, 2-2.5 വർഷമായിട്ട് ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഈ കേസിൽ എന്താണ് ഇപ്പോൾ ചെക്കിങ്ങിൻ്റെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ല ഇതൊരു സാധാരണ എന്താ പറയുക ചെക്കിംഗ് ആണ്, റെഗുലർ ചെക്കിംഗ് എന്നാ പറയുക. അസാധാരണമായ സമയമാണല്ലോ അത്, 12 മണിക്ക് ശേഷം, അതും സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള ഒരു വീട്. ഇവിടെ 12 മണിക്ക് ശേഷം എന്ത് ചെക്കിംഗ് ആണ് എന്ന് വെച്ചപ്പോൾ അവരൊന്നും മറുപടി പറയുന്നില്ല. അവർ ഇങ്ങനെ പറയുന്നു. പക്ഷേ അവർ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. പക്ഷേ ഇവർ അവിടെ നിന്ന് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് വരെ എല്ലാ കാണുന്ന ആളുകളോടും വീട്ടിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. അവർക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫോൾട്ടാണല്ലോ. അതായത് ഇത്തരം ഒരു പ്രമാദമായ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ കിടന്ന ആളുടെ വീട്ടിലേക്ക് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ആളോടെങ്കിലും അവർ ചോദിച്ചിട്ടുണ്ട് ഈ 2.5 കിലോമീറ്ററിനിടയിൽ. അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. വൈഫ് റെയ്ഹാൻ ഇത് പുറത്ത് വിട്ടപ്പോൾ അല്ലേ, ഫേസ്ബുക്കിൽ എഴുതിയിട്ടപ്പോഴാണ് പുറത്തറിഞ്ഞത്. അപ്പോൾ അതിലൊരു എന്താണ് ഇനി സംഭവിക്കാന്ന് അറിയാത്തതുകൊണ്ടായിരിക്കില്ല അങ്ങനെ ഒരു നീക്കം നടത്തിയത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഹേറ്റ് മോങ്കറെ അറസ്റ്റ് ചെയ്തു. നമ്മൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ പുകമറയുടെ പേരിൽ വ്യാജ വാർത്തകൾ പടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു നടപടി എടുക്കാതെ ഒരു കുടുംബത്തെ 2-3 മക്കളും ഒരു ഭാര്യയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ വന്നിട്ട് 12 മണിക്ക് ശേഷം എന്ത് ചെക്കിങ്ങാണ് വേണ്ടത്? ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ റെയ്ഹാന ഫേസ്ബുക്കിൽ എഴുതിയിട്ടപ്പോഴാണ് ഇങ്ങനെ പോലീസുകാർ വന്നതും അർദ്ധരാത്രി ഒരു പരിശോധന ഉണ്ടാകുമെന്നുള്ള ഇവരൊക്കെ പുറത്തു വന്നത്. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള മറുപടി എന്തിനു വേണ്ടി എന്നുള്ളത് നൽകാൻ ഇപ്പോഴും ആരും വന്നിട്ടില്ല. അത്തരത്തിൽ ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി ലഭിക്കുന്നുമില്ല. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.